ഇന്ദ്രൻ ചേട്ടൻ ഇതുപോലെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പിന്നില്ലേ ഒരുപാടുണ്ടായി. അന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ്? അവരാരും അറിഞ്ഞിട്ടുള്ളൂ. പറയാത്തതാണോ അതോ അറിയില്ല? അവര് വർഷങ്ങൾക്ക് ശേഷം അവര് അറിഞ്ഞത്. നമ്മുടെ രൂപവും കാര്യമൊക്കെ പ്രേക്ഷകർ രണ്ടു പേരും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇൻട്രസ്റ്റ് പറയാനുള്ളത്? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ആ കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ പറയാൻ പാടുപെട്ടെങ്കിലും അല്ലെ എല്ലാവർക്കും കുഞ്ഞു സിനിമ തോന്നുമെങ്കിൽ നമ്മുടെ വലിയ സിനിമയല്ലേ. അപ്പൊ അത് അർത്ഥത്തിലും ആ രീതിയിലും എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിക്കുമെന്ന് അറിയുമ്പോഴുള്ള അതിന് വിവരിക്കാൻ പറ്റാത്ത സന്തോഷം എല്ലാവർക്കും. ഈ വാരണാസി ശരിക്കും ഇന്ദ്രസേട്ട ഷൂട്ടിംഗ് ലൊക്കേഷന് ഭാഗമായിട്ട് ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് പോവാം. അപ്പൊ രണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. നായികയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്, ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നുണ്ട് അല്ലേ? അതിന്റെ വല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയൂ. നമ്മള് സ്വപ്നം കണ്ട പണ്ടത്തെ ഒരു നായിക നടിയുടെ കൂടെ ആ അഭിനയിക്കാൻ പറ്റി. അതിനകത്തുള്ള കാഴ്ച, പിന്നെ ഗംഗയുടെ വിശാലത, ആ അതിന്റെ ഒരു ആകർഷണമൊക്കെ കൂടെ കൊണ്ട് മനസ്സിലെ ആഗ്രഹം സാധിച്ചു അതിലൂടെ. അങ്ങനെ കണ്ണ് കൊതിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനോടൊപ്പം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം എല്ലാം കൂടെ ഉണ്ട്. ഈ ക്യാരക്ടറിന് വല്ല പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇന്ദ്രസേട്ടന്? അത് ഞാൻ ചിലടത്ത് നല്ല ഡയറക്റ്റാന്ന് തോന്നിയാൽ അങ്ങനെ തയ്യാറെടുക്കാൻ വെക്കൂല. മനസ്സൊഴിച്ച് പേപ്പറായിട്ട് ഇട്ടിട്ട് അവിടെ ചെല്ലും. പക്ഷെ ഇന്ദ്രൻ കഥ പറയുമ്പോഴേ അറിയാം വിടൂല. വർഷമേടെ ബാക്കിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് മോളാണോ ഡയറക്ടറാണോ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? അതുകൊണ്ട് അങ്ങോട്ട് വശമതനായി കൊടുത്തുള്ളൂ. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ എല്ലാരെയും കരയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ആദ്യം ഇയാൾ എന്നെ കരയിപ്പിച്ചിട്ടാണ് ഓഹരി അങ്ങോട്ട് വന്നത്. ഇത് കഥ പറഞ്ഞപ്പോ കരച്ചിലൊക്കെ വന്നോ? അല്ല, അങ്ങനെ വന്നില്ല. അതിനൊരു കൗതുകം, ഒരു കവിത പോലെ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മനസ്സിൽ നിറച്ച് സിനിമ ഉണ്ടെന്ന് അറിയാമോ, നമുക്ക് ബോധ്യമാവും. അതുകൊണ്ടാണ് ഇത്രയും റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വായിക്കാൻ സ്ക്രിപ്റ്റുകളൊന്നും പോയി ചോദിച്ചില്ല. സാധാരണ അങ്ങനെ ചെയ്താലാണ് എനിക്ക് തൃപ്തി വരാറുള്ളത്. അത് അങ്ങനെ ചെയ്തില്ല. പിന്നെ അത് അടുപ്പിച്ച് അവിടെ ചെന്ന ശേഷമാണ് വായിക്കും. ഇന്ദ്രൻസേട്ടന്റെ ഈ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ഈ ബന്ധങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കഥയായിരിക്കും ചൂസ് ചെയ്യുക. അപ്പൊ ഇന്ദ്രൻസേട്ടൻ ഇങ്ങനെ ഈ കഥ യൂസ് ചെയ്യുമ്പോൾ മറ്റേ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്ന ഒരു സിനിമയുടെ ആയിരിക്കുമല്ലോ അല്ലാതെ ആയിട്ടുള്ളത്, ഒരു മനുഷ്യൻ തമ്മിലുള്ള മനുഷ്യത്തിൽ നമുക്ക് സഹോദരിമാരത്രയ്ക്ക് ഇല്ലല്ലോ സിനിമയിൽ. അവർക്ക് കടന്നു വരാൻ തടസ്സവുമില്ല. പക്ഷെ അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ഒരു പക്ഷെ തയ്യാറെടുക്കാത്തതുകൊണ്ടും ധൈര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരികയും അത് കഥ പറയുകയും അത് നന്നായിട്ട് പെട്ടെന്ന് ഒത്തിരി നേരം കൊണ്ട് പടത്തിന്റെ സെറ്റിൽ വന്നാണ് ആ ഒരു ബ്രേക്ക് സമയം. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് കൊണ്ടു. പിന്നെ അതിനപ്പുറത്തേക്ക് അതിനങ്ങനെ കീറി മുറിച്ച് നോക്കേണ്ടതില്ല. അവരൊരു പടം ചെയ്യട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നുമില്ല. അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ചോദിക്കാത്തത്. നമ്മൾ കൂടുതൽ കണ്ടുവന്ന കഥകളൊക്കെ ഈ ഒരു സമപ്രായക്കാര് 20-25 വയസ്സുള്ള കാമുകി ബന്ധങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടുവന്നത് മലയാള സിനിമകളിലൊക്കെ. ഇപ്പൊ 30 വയസ്സിന് മേളിൽ അല്ലെങ്കിൽ 40 വയസ്സോടെ അടുക്കുന്ന മനുഷ്യരുടെ കഥ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മലയാള സിനിമയുടെ ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണും? ഇത് ശരിക്കും സ്ഥായിയായിട്ട് എല്ലാവരിലും ഉള്ളതല്ലേ. ഇതൊരു പ്രണയമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെയൊക്കെ നഷ്ടപ്പെട്ട എന്തൊക്കെ തിരിച്ചു കിട്ടുന്ന പോലെ ഒരു കൂട്ട് നമുക്ക് കളഞ്ഞു പോയതെന്തോ കിട്ടിയെന്ന് തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു ദിവസം നല്ല രണ്ട് കൂട്ടുകാരാണ് എന്നൊക്കെ അങ്ങനെ ഒരു കൂടെ അതിന്റെ ഒരു അംശം എല്ലാവരിലും ഉണ്ടാവും, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ. ഒത്തിരി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജീവിതത്തിന്റെ പുറകെ പോകും. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പലതും ഒഴിഞ്ഞു വെക്കും. അത് പക്ഷെ അതിനോട്ട് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഉണർന്ന് ഒഴിവാക്കപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. പല നടന്മാരെ പറഞ്ഞേക്കാറുണ്ട്. ഇപ്പൊ കാരവൻ വന്ന സമയത്തായാലും പണ്ട് നിങ്ങൾ പഴയ നടന്മാരൊക്കെ ഒരു കസേരയിട്ട് വട്ടം കൂടി നിന്ന് നിങ്ങളുടെ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, തമ്മിലുള്ള മനുഷ്യരുടെ ബന്ധം ആയിക്കോട്ടെ, ഭയങ്കര അടുത്ത് നിൽക്കുമായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് സംസാരിക്കാൻ ചിലപ്പോൾ
കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക, ചിലപ്പോൾ ഒന്ന് പരിചയപ്പെടാനൊക്കെ ആയിട്ടൊക്കെ തന്നെ. അപ്പൊ അന്നത്തെ കാലത്തെ ആ ഒരു സൗഹൃദവും ഇന്നത്തെ കാലത്തെ സൗഹൃദമൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇന്ദ്രൻ ചേട്ടൻ? അങ്ങനെ നോക്കി കാണുന്നത് മണ്ടത്തരമല്ലേ? അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലല്ലോ. അന്ന് അങ്ങനെയൊക്കെയാണ്. അന്ന് കാരവാനും ഇല്ല, ഏത് വീട്ടിലും കയറി ചെല്ലാം, അവിടെ വലിയ മതിൽക്കെട്ടൊന്നുമില്ല, അവിടെ നമുക്ക് ഇരിക്കാൻ സൗകര്യം തരും. ചിലപ്പോൾ പെർമിഷൻ ചോദിച്ചാൽ സിനിമയോട് സ്നേഹം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ സൗകര്യം കിട്ടും, ആ മുറ്റത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരുപക്ഷെ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ കോർപ്പറേഷൻ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് റോഡിൽ ഒന്ന് വർക്ക് ചെയ്യാൻ തന്നെ ഉടനെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക. അങ്ങനത്തെ മനുഷ്യരങ്ങനെ മാറി, ഒരുപാട് അവരവരിലേക്ക് ചുരുങ്ങി. അപ്പം എല്ലാം ചുരുങ്ങും. അപ്പൊ നമ്മളും ഒരു കാരവാൻ പോലുള്ള ഒരെണ്ണം തെരുവിൽ കൊണ്ടിട്ട് അതിലേക്ക് ചുരുങ്ങുകയാണ്. അത് മനസ്സ് അങ്ങനെ ചുരുങ്ങി പോയത് കൊണ്ടല്ല, സൗകര്യം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിനകത്ത് കഴിഞ്ഞു കൂടേണ്ടി വരുന്നു. അല്ലേ? ഇന്ദ്രൻ ചേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സിനിമ കണ്ടപ്പോ ചോദിക്കണം എന്ന് കരുതാ, ഇന്ദ്രൻ ചേട്ടന് ഇതുപോലെ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പിന്നില്ല, ഒരുപാടുണ്ടായി. അന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ്? അവരാരും അറിഞ്ഞിട്ടൊന്നും പോയി. പറയാത്തതാണോ അതോ അറിയില്ല? അവര് പറഞ്ഞ അവര് നമ്മുടെ രൂപവും കാര്യമൊക്കെ വെച്ചിട്ട് ഒരുപാടുണ്ടായിരുന്നു. കുറെ കഴിയുമ്പോ ആ വീട് പിന്നെ വേറൊന്നും അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. ഒരു വൺ സൈഡ് ലവ് അല്ലേ? അതേ ഉള്ളൂ. പറയാൻ ധൈര്യവും ഇല്ല. ആ. പറഞ്ഞാൽ തന്നെ ഒരു ഈയടാ എന്ന് പറയും. അവർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മള് പക്ഷെ എല്ലാവരുടെ അവസ്ഥ ഈ നിൽക്കുന്ന എല്ലാരോടും ചോദിച്ചു, എല്ലാവർക്കും നല്ല സുന്ദരന്മാരൊക്കെയാ. എന്റെ അവസ്ഥയില്ല. ഈ സുന്ദരന്മാരുടെ എല്ലാ അവസ്ഥയും ഇതൊക്കെ തന്നെ. മറ്റ് ലാംഗ്വേജിനൊക്കെ ഇപ്പൊ ഓഫർ വരുന്നുണ്ട്. ഒരു അഭിനേതാവിന് ലാംഗ്വേജ് പ്രശ്നമാണോ? ശരി, പ്രശ്നമാണ്. മറ്റു ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് വേറെ ലാംഗ്വേജിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ഈ അവർ പറയണത് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് ക്യാരക്ടർ എത്രത്തോളം പെർഫെക്റ്റ് ആകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയാണ്. അതുകൊണ്ടാണ് മറ്റു ലാംഗ്വേജിക്ക് പോകാത്തതെന്ന് പറയാറുണ്ട്. ഇൻഡസ്ട്രിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യുക അതിനെ തരണം? ഇതിപ്പം ചെയ്തത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു പോലെ പറഞ്ഞാൽ മതി. മലയാളം ക്യാരക്ടറായിട്ട് ചെയ്തതാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ മമ്മൂക്കയെ കൊണ്ടൊരു പടവും കമ്മിറ്റ് ചെയ്തു. അത് വളരെ കുറച്ചേ ഉള്ളൂ. അത് കൃത്യമായിരുന്നു. ഡയറക്ടർ വലിയ ക്ലാസ് പടം ചെയ്ത് ഡയറക്ടറുടെ കൊതിയായതുകൊണ്ട് അത് രണ്ട് കമ്മിറ്റ് ചെയ്തു. വേറെ പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് നേരത്തെ വിളിക്കാറുണ്ട്. ഇതിപ്പോ അത് ഭാഷയുടെ വിഷമത്തിന് അപ്പുറത്തേക്കുള്ളൊരു വിഷമമുള്ളത്, എനിക്കൊരു കുഞ്ഞു മലയാള സിനിമയെ ഒഴിവാകുന്നത് വലിയ സങ്കടമാണ്. അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതാണ് പ്രധാന കാര്യം. ചിന്ന ചിന്ന ആസൈനെ കുറിച്ച് സൂര്യ സാറിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ഇനി കാണുമ്പോൾ പറയണ്ടായിരുന്നു. പറയണം. ചോദിക്കും. പറയണം, കാരണം അത്ര നല്ല സിനിമ. അല്ല, ആളുകളോട് ചോദിക്കും. അവരെ കണ്ടു കാണും. പിന്നെ കാരണം എല്ലാരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട്, ഞാൻ തിയേറ്ററിൽ സിനിമയൊക്കെ പോകുമ്പോൾ എല്ലാ ആൾക്കാരെയും എല്ലാ ഭാഷയും എല്ലാരെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. ധനുഷ് സാറിനോട് കാണാൻ പറയണ്ടേ? ധനുഷ് സാറിന്റെ സെറ്റിലല്ല ഇപ്പൊ പടം ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ സാറിന്റെ എല്ലാ സിനിമകളും മമ്മൂക്ക കാണാറുണ്ടോ? എല്ലാ പടവും ഇന്ദ്രൻ സാറിന്റെ മമ്മൂക്ക കാണാറുണ്ടോ? നമുക്ക് ഇത്തിരി സമയം കിട്ടുമ്പോഴത്തേക്കും ഒന്നി വായിക്കും, അല്ലെങ്കിൽ സിനിമ കാണും, അങ്ങനെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്ര കുഞ്ഞു സിനിമയും നമ്മുടെ ബോഡിയിലല്ലോ. അല്ലെങ്കിൽ ആരും ഒത്തിരി സിനിമ ഇത്തിരി മോശമാണ്, ആ ബോഡിയില്ല, അതുകൊണ്ട് ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കണമെന്നും സാറ് കാണും. ഈ സിനിമ സാറ് കണ്ടോ? കണ്ടു കാണോ? ചിലപ്പോൾ അതിന് സൗകര്യം കിട്ടിയോന്ന് അറിയില്ല. സാറ് ചെന്നൈയിലൂടെയാണ്. ഇന്ദ്രൻ ചേട്ടൻ മറ്റു ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച പടങ്ങളൊക്കെ കണ്ടിട്ട് വിളിക്കാറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നല്ല പടങ്ങളൊക്കെ കണ്ടിട്ട് ഇത് നന്നായിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടുകാരെ പരിചയമുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ വിളിക്കുകയല്ലേ, അല്ലെങ്കിൽ കാണും. ഈ വിഷ്ണു അഗസ്ത്യ ഇപ്പൊ ചെയ്ത പടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിരടി, മസ്തിഷ്ക മരണം, ചിന്ന ചിന്ന ആസൈ, അതുപോലെ തന്നെ RDX ഹിറ്റ് പടങ്ങൾ മാത്രം തേടി പിടിച്ച് പടങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഗുഡൻസ് തേടി പിടിക്കാൻ വിഷ്ണു അഗസ്ത്യക്ക് മാത്രം എങ്ങനെ കിട്ടുന്നു ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടത്തൊരു കഥ പറയാനോ അല്ലെങ്കിൽ ഈ ഇപ്പൊ പറഞ്ഞ സിനിമകൾ ഇപ്പൊ അതിരടി, RDX, മസ്തിഷ്ക മരണം, ചിന്ന ചിന്ന ആസൈ, ഇതെല്ലാം ആ സംവിധായകരുടെ ആദ്യ സിനിമയാണ്. അപ്പൊ ആ സംവിധായകരുടെ അവരോട് നമുക്ക് തോന്നുന്ന ട്രസ്റ്റും അവർക്ക് ആ സിനിമ നമ്മളോട് പറയുമ്പോൾ ഉള്ള അവരുടെ ക്ലാരിറ്റി ഒക്കെ കണ്ടിട്ട് നമുക്ക് അവരുടെ കൂടെ നമ്മളങ്ങ് പോവാം. അപ്പോൾ ഈ പുതിയ ഒരു നല്ല സംവിധായകൻ ഒരു നല്ല സിനിമയായിട്ട് വരുമ്പോൾ അവരുടെ ആദ്യ സിനിമയിൽ എങ്ങനെയൊക്കെയോ എത്തപ്പെടുന്നുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ 1001 സിനിമയില് തമർ, നഹാസ്,
അനിരുദ്ധ്, വർഷ, ഇപ്പൊ ഇങ്ങനത്തെ മികച്ച സംവിധായകർ ഇനിയിപ്പോ കുറച്ചു കാലം മലയാള സിനിമകളിൽ നല്ല സിനിമകൾ തരാൻ സാധ്യതയുള്ള നല്ല സംവിധായകരുടെ ആദ്യ സിനിമകളിൽ എത്തിപ്പെടാൻ പറ്റിയത് വലിയ കാര്യം. അതുപോലെ തന്നെ അതിരടിയിലാണെങ്കിലും ചിന്നച്ചിനാസയിലെ ഇപ്പൊ ചിന്നച്ചിനാസയുടെ കഥ റിവീൽ ചെയ്യാൻ പാടുന്ന പോലും കൃഷ്ണവസ്തി ചെയ്ത കഥാപാത്രത്തിന് ഇമോഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരേണ്ടത്. ആ ഇമോഷൻ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ കൃഷ്ണവസ്തി സെൽഫ് പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പാർട്ട് ഫ്രം ഡയറക്ടേഴ്സ്? സംവിധായകരോടൊപ്പം നമ്മളിപ്പോ ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കൊരു ക്ലാരിറ്റിയോ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു സ്ഥലത്ത് ഈ സ്ഥലം ഇത് കറക്റ്റാ എന്ന് പറയുന്ന ഒരു സ്ഥലം പിടിച്ചു വെച്ചിട്ട് നമ്മൾ അതങ്ങ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യാൻ. അപ്പൊ അത് ചെയ്യാൻ ശ്രമിച്ച് അവിടുന്ന് ചെയ്ത് നമുക്ക് സംവിധായകന്റെ മുഖത്ത് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് സ്ക്രീനിൽ കാണുമ്പോ അത് മനുഷ്യരിലേക്ക് എത്തി എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫുൾഫിൽമെന്റ് വരുന്നത്. ഇന്ദ്രൻസേട്ടനോട് ആദ്യത്തെ പടമാണോ? അല്ല, ഞാൻ ആളൊരുക്കത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസേട്ടന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളൊരുക്കത്തിൽ വലിയ വേഷമില്ല. അത് വലിയ വേഷമായിരുന്നു. ഞാൻ ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വലിയൊരു വേഷമായിരുന്നു. അപ്പൊ ത്രൂ ഔട്ട് ഇന്ദ്രൻസേട്ടനോടൊപ്പം ഒക്കെ ആയിരുന്നു അതിന്റെ. അത് ഭയങ്കര രസമുള്ള ദിവസങ്ങളായിരുന്നു. അതിനുശേഷം എനിക്കൊന്ന് 4.5 ഗാങ്സ് എന്ന് പറഞ്ഞ ഒരു 4 സംഘം എന്ന് പറഞ്ഞ പ്രശാന്തിന്റെ ഒരു സീരീസിൽ പിന്നെ ഇതേപോലെ വർഷം ഇങ്ങനത്തെ ഒരു സ്പേസിൽ വന്നു. വാരണാസി സ്പേസിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ആരോടൊപ്പമാണ് അഭിനയിക്കേണ്ടത്? ഇന്ദ്രൻസേട്ടനോടും മധുബാലനാഥനോട്. അപ്പൊ പിന്നെ ഡബിൾ ഡമാക്ക അങ്ങനെയാണ്. ക്ലബിലേക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചോ? പടത്തിലേക്ക് വന്നത് ഈ റോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരുപാട് അറകളുണ്ടെന്ന് എല്ലാരും പറയുന്നു. അതുകൊണ്ടൊന്നും കടന്നിട്ടില്ല. നല്ല ചെറുതായിട്ട് പഠിച്ചു. വാട്സപ്പൊക്കെ നോക്കാൻ പഠിച്ചു. ഇന്ദ്രൻസേട്ടന് എത്രാമത്തെ സിനിമ ഏത് ചിന്ന ആശയമുള്ളത് അറിയോ? 600 കഴിഞ്ഞല്ലോ. നസീർ സാറിന് കിട്ടിക്കില്ല. നസീർ സാറിന്റെ റെക്കോർഡ് കിട്ടി. നസീർ സാറിന്റെ റെക്കോർഡ് കിട്ടിക്കുന്നു. ഭയങ്കര സംഭവം തന്നെയാണ് അത്. ഇനി ഈ ജനറേഷനിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും ഈ സാധ്യമാവാത്ത സംഭവം. ഒരു നമ്പർ. മറ്റ് സംവിധായകന് എന്തെങ്കിലും പ്രത്യേകത നേരത്തെ തോന്നിയോ സാറിന്? ശരി, കാണുമ്പോ നമ്മള് പ്രത്യേകത അവര് ഭയങ്കര വളരെ കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും അവർക്ക് ഉദ്ദേശിക്കുന്ന സംഭവം മനസ്സിലുള്ളതും എക്സ്പീരിയൻസിന്റെ കുറവുള്ളതുകൊണ്ട് പലതും അങ്ങോട്ടും പൊളിച്ചു പറയാൻ അറിയില്ല. അവരുടെ മനസ്സിൽ കിട്ടുന്നത് അവർ ആഗ്രഹിച്ചത് കിട്ടുന്നവരെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും എന്നുള്ളൊരു ഉറപ്പായും പണിയെടുക്കേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നവരെ അവര് അങ്ങനെ കഷ്ടപ്പെടും. അതൊരു ക്വാളിറ്റി ഉണ്ടല്ലോ. പിന്നെ ഇത്തിരി കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റിനും ഈസി ആവും, ബാക്കി പ്രവർത്തകർക്കൊക്കെ ഈസി ആവും. പക്ഷെ എങ്കിൽ അവര് ഇച്ഛാശക്തിയുണ്ട്, അവരുടെ ലക്ഷ്യം, അവരുടെ കഥാപാത്രം, മനസ്സിൽ തോന്നുന്ന സീനും ഒക്കെ അവരുടെ. അതെ, ഈ അഞ്ചാം പാതിരയിൽ ഒരു റിപ്പർ ലുക്കിലാണ് വന്നത്. അപ്പൊ ഇന്ദ്രൻസേനെ പോലെ ഒരു പാവം ആയിട്ടൊരാള് അങ്ങനെ ഒരു ക്യാസ്റ്റിലേക്ക് എത്തുന്ന സംവിധാനോട് ചോദിച്ചിരുന്നു, എന്റെ ലുക്ക് കണ്ട അങ്ങനത്തെ ഒരു റിപ്പർ ആവുന്ന ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നല്, സംശയം പ്രകടിപ്പിച്ചായിരുന്നു? അത് അങ്ങനെ ആവുന്നത് നമ്മൾ അങ്ങനെ ഭീകരമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് പറ്റില്ല, നമുക്ക് ശരീരം പോരാനൊക്കെ തോന്നും, കാര്യം പോരാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു ഇത്രയും ചെയ്യും, അത് അത്ര ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ഡയറക്ടർ പറഞ്ഞു തരുമ്പോ നമ്മൾ അവിടേക്ക് എത്തുമല്ലോ. അത് ഈ വർഷോടെ ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. പടം കണ്ടിട്ട് ആരെങ്കിലും വളരെ ഉയർന്നതിലുള്ള നടന്മാരോ മമ്മൂക്കയിലോ അല്ലെണ്ണ പോലെയുള്ള ആരെങ്കിലും പടം കണ്ടെന്ന് മെസ്സേജ് അയച്ചെന്നോ? രണ്ടാമത്തെ സിനിമ ഉണ്ടാവും? മെസ്സേജ് ഇല്ല, പക്ഷേ കുറെ സിനിമയിലുള്ള കുറെ ടെക്നീഷ്യൻസ് ഒക്കെ വിളിക്കുകയും മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ ആക്ടേഴ്സ്. അടുത്ത സിനിമ എഴുത്ത് കഴിഞ്ഞു. വർഷ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ വർഷക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം. കുറെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ കരയുന്നൊക്കെ കാണുമ്പോൾ ഇച്ചിരി
സങ്കടമുണ്ട്. പക്ഷെ ലൈക്ക് നമ്മുടെ മൂവി വർക്കായി എന്നുള്ളൊരു ഇതാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയുന്നതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും. ഇന്ദ്രൻസേട്ടാ ഈ ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ, ഏതെങ്കിലും ഒരു പടം റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പഴയ പടങ്ങളൊക്കെ റിലീസ് വരുന്നുണ്ടല്ലോ. ഇന്ദ്രൻസേട്ടൻ തന്നെ അഭിനയിച്ച ഏതെങ്കിലും പഴയ പടങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് കാണാനായിട്ട്? ഇല്ല, അങ്ങനെ ആഗ്രഹമില്ല. എല്ലാം കിട്ടുന്നതും കാണാൻ പറ്റുന്നതും ഒക്കെ തന്നെയാണ്. പിന്നെ ധാരാളം പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കാണാൻ പറ്റാത്ത സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമെങ്കിലും അങ്ങനെ അങ്ങനെ ആരെങ്കിലും സമീപിച്ചിരുന്നോ ഏതെങ്കിലും പടത്തിന്റെ ഏതെങ്കിലും ടീമേര്? ഓക്കെ, താങ്ക് യു.